ഭരണാധികാരിമാർ, മേഖലയുടെ കൺവീനേഴ്സ്, ഈ ഒരു ജില്ലയുടെ താലൂക്കിൻ്റെ കാര്യകർത്താക്കൾ, പ്രിയ കുടുംബാംഗങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. വളരെ മനോഹരമായ ഒരു രാമായണ പാരായണം നമ്മുടെ മക്കളെ രാമായണം പഠിപ്പിച്ച് അടങ്ങൂ എന്നൊരു വാശിയിലാണ് കേരളത്തിലെ 14 ജില്ലാ സമിതി. നമ്മൾ പറയാറുണ്ട്, ഫ്രിഡ്ജിൽ ചോക്ലേറ്റും നെല്ലിക്കയും വെച്ചാൽ ഫ്രിഡ്ജ് തുറക്കുന്ന കുട്ടി ആദ്യം ഏതായാലും കഴിക്കാൻ മിക്കവാറും ചോക്ലേറ്റ് കഴിക്കാനാണ് സാധ്യത. കല്യാണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീമും ചക്കക്കുരു ചുട്ടത് വെച്ചാൽ നമ്മളൊക്കെ ഏത് കഴിക്കാനാണ് സാധ്യത? നമ്മൾ ഐസ്ക്രീം കഴിക്കാനാണ് സാധ്യത. പക്ഷേ ചക്കക്കുരുവാണ് നെല്ലിക്കയാണ് നല്ലത് എന്ന് പറയും. പക്ഷേ നമ്മൾ കഴിക്കുന്നത് ഐസ്ക്രീമും ചോക്ലേറ്റും ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? നല്ലതാണെന്ന് അറിഞ്ഞിട്ടും അത്ര നല്ലതല്ലാത്ത ഐസ്ക്രീമും ചോക്ലേറ്റും കഴിക്കാൻ കാരണം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബീവറേജിൻ്റെ മുന്നിൽ വലിയ ക്യൂ. ആരും നിർബന്ധിക്കണ്ട, ഏത് മൂലയിൽ ചെന്ന് തുടങ്ങിയാലും കേരളത്തിൽ വിജയിക്കുന്ന ബിസിനസ് ഏതാ? ബീവറേജ്. ആളുകൾ തേടിയെത്തിക്കുന്നു. പക്ഷെ മിൽമ ഫുഡിൻ്റെ മുന്നിൽ അത്ര വലിയ ക്യൂ ഉണ്ടാവില്ല. സമാജത്തിൻ്റെ സ്വതവേയുള്ള മനഃശാസ്ത്രം തെറ്റുകളിലേക്ക് എളുപ്പത്തിൽ വഴുതി വീഴുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും സംഭവിക്കും. അപ്പോഴാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ 20-30 വർഷമായിട്ട് തെങ്ങിൽ കയറുന്ന ഒരു തൊഴിലാളി തെങ്ങിൽ നിന്ന് വീട് വലിച്ചു. കാരണം ഒരു ഉണങ്ങിയ, ഞങ്ങളുടെ നാട്ടിൽ മട്ടൻ എന്നാണ് പറയുന്നത്, ഇവിടെ എന്താണെന്ന് അറിയില്ല, ഉണക്കോലയുണ്ടല്ലോ, അതിനെ അവിടെ മട്ടൻ എന്ന് പറയും. അത് പിടിച്ചതായിരുന്നു കാരണം. അപ്പൊ ഇദ്ദേഹത്തിന് അറിയില്ല, ഇത്രയും കാലം തെങ്ങുകൾ കയറിയിട്ട് ഇത് പിടിക്കാൻ പാടില്ലെന്ന് അറിയില്ല. അറിയാം. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛമ്മ ഉള്ള സമയത്ത് ജീവിച്ചിരിക്കുന്നു. അവിടെ ചാത്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് തെങ്ങ് കയറാൻ വരുന്നത്. അപ്പൊ അച്ഛമ്മ ഈ തെങ്ങിന്റെ കുറച്ച് അകലെയായിട്ട് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, ചാത്തു അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം, മാവോല പിടിക്കരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും റിമൈൻഡർ, ഓർമ്മപ്പെടുത്തുന്ന ഒരു ശക്തി അച്ഛനും അമ്മയുടെയും രൂപത്തിൽ വീട്ടിലില്ല എങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറും നമ്മുടെ മക്കളെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ ലോകത്തെ മുഴുവൻ സത്യത്തെയും ധർമ്മത്തെയും നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചാലക ശക്തിയുണ്ട്. അതാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ. എന്നും എക്കാലത്തും സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും ദയാസഹതാപം ഒപ്പം ശക്തി 14,000 രാക്ഷസന്മാരെ 72 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശൂർപ്പണയുടെ മൂക്ക് ചെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഭഗവാൻ കാലമുനിക്ക് അയച്ചിട്ടുണ്ട്. അതേ ഭഗവാന്റെ അച്ഛൻ ഭരിച്ചത് വാക്ക് പാലിക്കാൻ വേണ്ടിയാണ്. കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഒരാൾക്ക് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. രാമായണം നമുക്ക് തന്ന വലിയൊരു സന്ദേശമാണ്. വേണമെങ്കിൽ പറയാമായിരുന്നു കൈകേയിയോട്, അന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ പറയാമായിരുന്നു ദ്രൗപദിയോട്, ക്ഷമിക്കണം കൈകേയിയോട്, അന്ന് ഞാൻ ആവേശത്തിൽ പറഞ്ഞതാണ്, ഇന്നത് ബാധകമല്ല എന്ന്. നിഷേധിച്ചാൽ കൈകേയി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കോസല മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനൊരു വാക്ക് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, അത് ചെയ്യുവാൻ എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുവാനുള്ള ധൈര്യവും തന്നെയുള്ളതും ആകില്ല കൈകേയി. ഇപ്പൊ കൈകേയി ചോദിക്കുന്നുണ്ട്, എന്നെ സ്നേഹമാണെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവില്ലേ? അപ്പോൾ ദശരഥൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, പിന്നെ പറഞ്ഞ വാക്ക് എനിക്കൊരിക്കലും പറഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ അങ്ങ് തരാമെന്ന് പറഞ്ഞ 2 വനം ഇപ്പോൾ തരുമോ? തരാമല്ലോ. അങ്ങ് വാക്കുമാറുമോ? അപ്പോൾ ഒന്നുകൂടി ഡയലോഗ് ഘടിപ്പിച്ചു ദശരഥൻ. ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാർ വാക്ക് മാറണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുണ്ടികൾ നടക്കുന്ന കാര്യമാണോ? അത്ര പോലും സാധ്യമല്ല വാക്ക് മാറൽ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം, രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് ഇദ്ദേഹം ബോധം കേട്ടിട്ടുണ്ട്. ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഏറ്റവും വലിയ തോന്നിയാസം വിളിച്ചു വരെ കൈകേയി. നമ്മുടെ സംസ്കൃതത്തിലാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിൽ ഏറ്റവും വലിയ തോന്നിയാസം ഏതാണ്? നീചേ ദുഷ്ടേ രാക്ഷസ. ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ ഇഷ്ടം പോലെ, മറ്റേത് ഭാഷയിലുണ്ട്. നിങ്ങൾക്കൊരു തെറി വിളിക്കുവാൻ പോലും സംസ്കൃതത്തിൽ വകുപ്പില്ല. എന്നിട്ട് ഭാര്യ മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ സറണ്ടറായി. കാൽക്കൽ വീട് പറഞ്ഞു,
ഭരതന് രാജാവാക്കാം, പക്ഷെ രാമന് ഇന്ദ്രകാട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ മന്ദരയുടെ സ്വാധീനം ഉണ്ടായി. മന്ദര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രാമൻ നാട്ടിലുണ്ടെങ്കിൽ ഭരതനെ ഒരാൾ ബഹുമാനിക്കില്ല. ഭരതനേറെ സന്തോഷമാകുമെന്ന് കരുതിയിട്ടാണ് കൈകൈ ഇതൊക്കെ ചെയ്തത്. എൻ്റെ മകൻ ഭരതന് വളരെ സന്തോഷമാണ്. അവൻ അവിടെ ഇല്ല, രാജ്യത്താണ്. കൈകയുടെ അച്ഛനെ കാണാൻ പോയതാണ്, മുത്തച്ഛനെ കാണുവാൻ പോയിരിക്കുകയാണ് ഭരതനും ശത്രുഘ്നും. തിരിച്ചു വരുമ്പോൾ കൈക്കൊണ്ടയിൽ ഒരു മഹാസാമ്രാജ്യം വെച്ചു കൊടുത്ത് തന്റെ മകനെ ഏറെ സന്തോഷിപ്പിക്കാമെന്ന് ധരിച്ച മൂഢയായ ഒരു അമ്മ കൂടിയാണ്. പക്ഷേ രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ രാമ രാമ വിളിച്ചുകൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചുപോയി. അത് ദശരഥൻ. വാക്കിന്റെ വില നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വാക്കിന് വിലയുണ്ടാകണമെങ്കിൽ അവിടെ ഉള്ളിൽ 5-ാമത്തെ വയസ്സിൽ രാമൻ ഉണ്ടാകും. അവിടെ ഉള്ളിൽ 5-ാമത്തെ വയസ്സിൽ ദശരഥ മഹാരാജാവ് ഉണ്ടാകും. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഹൃദയം പൊട്ടി മരിച്ചുപോയ രാജാവിന്റെ മൂത്തപുത്രൻ ശ്രീരാമചന്ദ്ര മഹാദേവനെ മകൻ കൊടുത്ത വാക്കല്ല, അച്ഛൻ കൊടുത്ത വാക്കാണ് 14 കൊല്ലം കാട്ടിൽ പോകേണ്ടത്. അച്ഛൻ പറഞ്ഞാൽ അത് അച്ഛൻ പാലിക്കണം. അത് മക്കൾക്ക് എന്താ ബാധകം എന്നൊക്കെ ചോദിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അച്ഛന്റെ അഭിമാനം എന്റെ അഭിമാനമാണ്, അച്ഛന്റെ വാക്ക് എന്റെ വാക്കാണ്. അച്ഛന്റെ വാക്ക് പാലിക്കാൻ 14,000 വർഷം കാട്ടിൽ പോകുവാനും ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ശ്രീരാമചന്ദ്രൻ പുത്രൻ ആണ്. 1-ാം നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവനാരും അവൻ പുത്രൻ പുത്രി. 1-ാം നരകാണ്, 1 നരകാണ്. ചുരുക്കി പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും നരകത്തിൽ പതിക്കാതെ നോക്കുന്ന മക്കളുടെ പേരാണ് പുത്രൻ പുത്രി. നരകത്തിൽ പതിപ്പിക്കുന്ന മക്കളെ നിങ്ങൾ എന്ന് വിളിച്ചോണം, ഡോക്ടർ, സൺ എന്നൊക്കെ വിളിച്ചേക്കാം, അല്ലെങ്കിൽ മകൻ, മകൾ എന്നൊക്കെ വിളിച്ചേക്കാം. തന്റെ പ്രവൃത്തി കാരണം തന്റെ അച്ഛനും അമ്മയും ദുഃഖം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന മക്കൾ, തന്റെ സ്വാർത്ഥത കാരണം തന്റെ അച്ഛനും അമ്മയും നിന്റെ നരകത്തിൽ പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന മക്കളുടെ പേരാണ് പുത്രൻ. അങ്ങനെയെങ്കിൽ രാമൻ എന്ന പുത്രനെ 5-ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾ പഠിക്കും. കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നത് നമ്മൾ, ബയോളജിയും മാത്തമാറ്റിക്സും പഠിക്കുന്നത് എന്തിന്? പരീക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് 9-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു മാത്തമാറ്റിക്സിനും 10-ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല. 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കെമിസ്ട്രിയും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേക്ക് ആ കുട്ടിക്ക് ഓർമ്മയുണ്ടാവില്ല. പഠിക്കുന്നു മറക്കുന്നു, പഠിക്കുന്നു മറക്കുന്നു. പുതിയത് പഠിക്കുന്നുണ്ട്, പക്ഷെ പഴയത് മറന്നേ പോയിക്കൊണ്ടിരിക്കുന്നു. അത് പരീക്ഷയ്ക്ക് വേണ്ടി 45 മിനിറ്റ് സബ്ജക്ട് എക്സ്പേർട്ടായ അധ്യാപകന്മാർ വന്നുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങൾ എടുക്കുന്നു. അടുത്ത ക്ലാസ്സുകളിലേക്ക് നമ്മൾ കയറി പോകുന്നു. പക്ഷേ ഇത് ജീവിത ഗ്രന്ഥിയല്ല. അതുകൊണ്ടാണ് 2014 ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പാഠശാല ആരംഭിക്കാനും കാരണം. കണക്കിലായിരുന്നു 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ എത്രയാണ് ഹിന്ദുക്കൾ? 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇത് കോട്ടക്കണക്കല്ലോ, എൻ്റെ കണക്കുമല്ല, ഇത് സർക്കാരിൻ്റെ കണക്ക്. നിങ്ങൾ ഈ വൈക്കം പഞ്ചായത്തിൽ ആത്മഹത്യ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ആത്മഹത്യ നടന്നവരുടെ കണക്ക് 10 വർഷത്തിനിടയിൽ ഉണ്ടെങ്കിൽ എടുത്തു നോക്കൂ. നിങ്ങൾ ഹിന്ദുവല്ലാത്ത ഒരാളെ കാണാൻ ബുദ്ധിമുട്ടായി. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു ആവുന്നത് ഹിന്ദുവിൽ ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ? ബാക്കിയെല്ലാം ഓരോ ദൈവം. എത്രയാ? 33 കോടി ദൈവങ്ങൾ. വൈക്കത്തപ്പനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, ശബരിമല അയ്യപ്പനുണ്ട്, അല്ലേ, ശ്രീധർമ്മശാസ്താവുണ്ട്, കാളിയുണ്ട്, കരിക്കാളിയുണ്ട്, കുണ്ടിച്ചാത്തനുണ്ട്, കരിക്കുണ്ടിച്ചാത്തനുണ്ട്, ദുർഗയുണ്ട്, എന്തൊക്കെ. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതുപോലെ ദൈവങ്ങളെ സെലക്ട് ചെയ്യുവാനുണ്ടായ ഹിന്ദു. ബാക്കി എല്ലാവർക്കും ഓരോ പുസ്തകം, ഒരു ബൈബിളും ഒരു ഖുറാനും. നമുക്ക് എങ്ങനെയാണ്? 4 വേദം, 5 ഉപവേദം, 6 വേദാന്തം, 18 പുരാണം, 108 ഉപനിഷത്ത്, 64 കലകൾ, 2 ഇതിഹാസങ്ങൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം. മൊത്തം നിരത്തി വെച്ചാൽ വൈക്കം പ്രദേശം മൊത്തമുണ്ട്. അത്രയേറെ ഗ്രന്ഥശേഖരങ്ങൾ. ഗുരുക്കന്മാരില്ലാഞ്ഞിട്ടാണ്. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര എന്ന് പറയുന്ന ഗുരുപരമ്പര അമൃതാനന്ദമയി അമ്മയുടെ രൂപത്തിലും ശ്രീ രവിശങ്കറിന്റെ രൂപത്തിലും സത്യസായി ബാബയുടെ രൂപത്തിലും ചിദാനന്ദപുരി സ്വാമികളുടെ രൂപത്തിലും ഇന്നും എന്നും അവതരിച്ചുകൊണ്ടേയിരിക്കുന്ന മണ്ണിൽ 100 ആത്മഹത്യയിൽ 95 ഹിന്ദുവാകുന്നത് എന്തുകൊണ്ട്? ഈ പുസ്തകമൊന്നും മറച്ചു നോക്കിയിട്ടില്ല. അതാണ് പൂജാമുറിയിൽ വെച്ച് പൂജിക്കുക. പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ടതാണ് രാമായണവും മഹാഭാരതവും എന്ന് ഹിന്ദുക്കളെ ആരൊക്കെയോ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ
ഒരു രക്ഷയുമില്ലാതെ 1982 എറണാകുളത്ത് ഒരു വിശാല ഹിന്ദു സമ്മേളനം. വിശാല ഹിന്ദു സമ്മേളനത്തിൽ സ്വകീയ പരമേശ്വരന്റെ നേതൃത്വത്തിൽ അനേകം സന്യാസിമാരൊക്കെയുള്ള അവിടെ വെച്ചിട്ട് കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുവാൻ തീരുമാനം. കർക്കിടകം കള്ളകർക്കിടകമല്ല, പഞ്ഞകർക്കിടകമല്ല, ഇത് രാമായണ മാസമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കളെ മാത്രം തെളിവിച്ച് നടക്കുന്ന കുറേ ബുദ്ധിജീവികൾ അവർ പറഞ്ഞു, രാമനെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? PSCക്ക് ചോദ്യം വരുമോ? രാമൻ ഉണ്ടായിരുന്നോ? രാമൻ ഏത് എന്തിനീ കോളേജിലാണ് പഠിച്ചത്? രാമൻ കെട്ടിയ പാലം അവിടെയുണ്ടോ? രാമായണം മനുഷ്യനെ പ്രാകൃതികത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെ ആ രാമായണ പാരായണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ച് കുറേ ഹിന്ദുക്കളതിൽ വീഴ്ത്തി. പക്ഷെ പതുക്കെ ഹൈന്ദവ സമൂഹം രാമായണത്തെയും രാമായണത്തിന്റെ ചീളുകളെയും വീണ്ടെടുത്തു. ആദ്യകാലം രാമായണം വിശ്വവിഖ്യാതനായ വാൽമീകി മഹർഷി രത്നാകരൻ നമ്മുടെ മക്കൾ പാടിയപ്പോൾ രത്നാകരൻ എങ്ങനെയാണ് രത്നാകരൻ വാൽമീകിയാകുന്നത്? നമ്മുടെ സംസ്കൃതത്തിൽ ഒരു സുഭാഷിതമുണ്ട്. അമന്ത്രമക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭമായ. മന്ത്രശക്തിയില്ലാത്ത അക്ഷരങ്ങളിൽ, ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളിൽ, യോഗ്യതയില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഈ യോഗ്യതയെ കണ്ടെത്തി സംയോജിപ്പിക്കുന്ന യോജകസ്തത്ര ദുർലഭ, സംയോജകന്മാരാണ് ദുർലഭമായിട്ടുള്ളത്. സപ്തർഷികളെ തടുത്തു നിർത്തിയപ്പോൾ സപ്തർഷികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ വിഷണ്ണനായ രത്നാകരൻ തന്റെ ഭാര്യയുടെ അരികിലേക്ക് ഓടിയിട്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ഭാര്യ മഹതി പറയുന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ, ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം, അച്ഛൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അച്ഛന്, അമ്മ ചെയ്യുന്നതിലോ അമ്മയ്ക്ക്. അതുകൊണ്ട് ചില ആളുകൾ പറയും, എനിക്കും കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ സംവിധാനം ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകളെ പറഞ്ഞേക്കാൻ ഇല്ലേ? അതൊക്കെ ബീവറേജിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പി നീ കൊണ്ട് മേടിച്ചോളൂ ഞാൻ മനസ്സിലാവും. പക്ഷെ വൈക്കത്തപ്പന്റെ അപ്പനത്തിൽ പോകുമ്പോൾ എനിക്ക് നേരില്ല, എനിക്ക് വേണ്ടിയിട്ട് നീ പോയി പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കഴിച്ചാൽ മതിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുളിച്ചാൽ മതിയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചാൽ മതിയോ? അപ്പൊ അങ്ങനെ രത്നാകരന്റെ ഭാര്യയുടെ മറുപടി രത്നാകരനെ ഇരുത്തി ചിന്തിപ്പിച്ചു. തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്ന രത്നാകരൻ തെറ്റുകൾ മനുഷ്യസാധ്യത. കുഴിയിൽ വീഴുന്നതല്ല, കുഴിയിൽ കിടക്കുന്നതാണ്. വീഴുന്നതല്ലല്ലോ, വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ല കുഴി. പക്ഷെ അവിടെ കിടക്കരുത്. കുഴിയിൽ വീഴാൻ ചെടി പറ്റിയേക്കാം. കഴുകി വൃത്തിയാക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ എപ്പോഴും ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും. രത്നാകരൻ കാട്ടാളൻ ആളുകളെ പിടിച്ച് പറിച്ച് മോഷ്ടിച്ച് ജീവിച്ച ഏറ്റവും നികൃഷ്ടമായ ജന്മത്തിനെ വാൽമീകത്തിൽ മൺകുറ്റിന്റെ ഉള്ളിലാക്കി കളഞ്ഞു സപ്തർഷികൾ. എങ്ങനെയാ മൺകുറ്റിന്റെ ഉള്ളിലായത്? രാമ 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 ജപിച്ചപ്പോൾ ഏകാഗ്രത വർദ്ധിച്ച് തന്റെ ചുറ്റുമുള്ള എല്ലാം ഉപേക്ഷിച്ച് ശരീരബോധത്തെ ഉപേക്ഷിച്ച് ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവെന്ന തലത്തിലേക്ക് ഉയർന്നു പോയപ്പോൾ ശരീരം ഇങ്ങനെ ചിതർമൂടുന്നത് പോലും ഇദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്ന വ്യാഖ്യാനത്തിനൊടുവിൽ ദേശസപ്തർഷികൾ തന്നെ ആ വാൽമീകത്തിന്റെ ഉള്ളിൽ നിന്ന് രത്നാകരനെ പുറത്തെടുത്തപ്പോൾ അദ്ദേഹം അറിയുന്നു വാൽമീകി മഹർഷിയായിരുന്നു. അദ്ദേഹമാണ് ശ്രീരാമചന്ദ്ര മഹാദേവനെ 24,000 ശ്ലോകങ്ങളിൽ 7 കാണ്ഡങ്ങളിൽ നമുക്ക് പരിചയപ്പെടുത്തിയത്. ആ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ജീവിതമായ രാമായണത്തെ അധികരിച്ച് ലോകത്തിലെ ഒരുവിധം ഭാഷകളിൽ രാമായണം വ്യാഖ്യാനങ്ങളുണ്ടായി. ആനന്ദരാമായണം, അത്ഭുത രാമായണം, ഉത്തരഭാരതത്തിൽ തുളസി രാമായണം, തമിഴ്നാട്ടിലൊരു രാമായണം നമ്മളോട് വലിയ ഇഷ്ടമില്ലാത്തൊരു രാമായണം കമ്പരാമായണം. അതിൽ 6 കാണ്ഡങ്ങളേ. ഇതിനൊരു കുഴപ്പമുണ്ട്. സീതാദേവിയെ രാവണന്റെ പുത്രിയായിട്ട് പറയുന്നത് ഈ കമ്പരാമായണത്തിലാണ്. അതുകൊണ്ട് കരുണാനിധിക്കും അയാളുടെ മകൻ സ്റ്റാലിനും അയാളുടെ മകൻ ഉദയനിധി സ്റ്റാലിനും രാമനെ കണ്ടുകൂടാ. രാമനിക്ക് ഏത് ഇന്ത്യൻ കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചത് ആരാ? കരുണാനിധിയാണ്. സനാതന ധർമ്മത്തെ ചൂടും നശിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ സ്റ്റാലിൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോനാണ്. കാരണം അവർ രാവണന്റെ രാമനോട് കുറച്ച് താല്പര്യങ്ങളുണ്ട്. എങ്കിൽ കമ്പരാമായണം ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ കമ്പരാമായണത്തിൽ ഈ ആശയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്. ഈ കമ്പരാമായണത്തെ അധികരിച്ച് രാവണപുത്രി എന്ന കവിതയൊക്കെ വയലാർ എഴുതിയിട്ടുണ്ട്. മാറിൽ തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണങ്ങൾ ഓരോന്നായി വലിച്ചെടുത്തിടവേ
കണ്ണു നിറഞ്ഞുപോയി രാവണൻ കാട്ടുവെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലി. പെറ്റുവീണപ്പോഴേ തന്മണി കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലതിയിൽ തന്റെ മനസ്സിൻ കയങ്ങളിൽ മുങ്ങിയും പൊങ്ങിയും പൈതലെങ്ങോ മറഞ്ഞുപോയി. മനോഹരമായ കവിത. നമ്മുടെ ഹരീഷിന്റെ മീശേന്റെ നോവൽ പോലെയുണ്ട്. പരന്താണ സമയം ഈ വയലാറിനോടൊക്കെ നമ്മൾ വിയോജിക്കുന്നെങ്കിൽ തന്നെ അതിന്റെ മലയാള ഭാഷയുടെ സൗന്ദര്യം അപാരമാണ്. ഈ താടകയെ കൊണ്ട് രാമനെ ചുംബിപ്പിക്കുന്നത് താടക എന്ന കവിതയിലൂടെ. ആ രാത്രി സ്വപ്നവും കണ്ട് മലനദീതീരത്ത് ശ്രീരാമൻ ഉറങ്ങവേ കാട്ടിലൂടെ അനങ്ങാതെ ഒച്ചയുണ്ടാക്കാതെ ഒട്ടുവളകൾ തിലുക്കാതെ ഏകയായി ദാശരഥന്റെ അരികത്ത് അനുരാഗ ദാഹ പരവശയായി വന്നു താടക. ഞങ്ങടുമാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർമുകളിൽ ഹേമാങ്കങ്ങളിൽ താടകൻ തളിർ താമരമൊട്ടിളം കൈകളിലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അല്പസുത്താന്തം വികാരമുടരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തന്നെ തൂത്തുവിടർന്നുപോയി രാമന്റെ കണ്ണിൽ. താടക ഘോരരൂപിണി ഭയങ്കരി വൻമല ചിറകറ്റി വീഴുന്നത് പോലെ രാമന്റെ ബാണമേറ്റ് മരിച്ചവളെ കൊണ്ടാണ് പറയുന്നത്. വയലാറ് ആര് കാമുകിയായിരുന്നു? രാമന്റെ കാമുകിയായിരുന്നു. ഇങ്ങനെ പറയാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് വയലാറിന്റെ കയ്യോ കാലോ ഒന്നും നമ്മൾ ഹിന്ദുക്കൾ കിട്ടില്ല. ഇപ്പറഞ്ഞത് ആള് മാറിപ്പോയാൽ കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, തലയുണ്ടാവില്ല. മനസ്സിലാക്കണം. ഇതാണ് വിശാലമായ നമ്മുടെ ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് എന്നുകൂടി ആ വയലാർ കമ്മ്യൂണിസത്തിന് വേണ്ടി ബലികുടീരങ്ങളും വിപ്ലവ കഥകളും കവിതകളും ഒക്കെ രചിച്ചാണ്. ബലികുടീരങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. ഒടുവിൽ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചു. അതൊരു കവിതയിലൂടെ വാളല്ലൻ സമരായുധം ജനജന ദ്വാനം മുഴക്കിയിടുവാൻ ആളല്ല എൻ കരവാണു വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇനി മുതൽ എന്റെ ആദർശം എന്താണ്? എനിക്കുന്നതിന് ഒരു 10 കൊല്ലം മുമ്പാണ് ഈ കവിത. ഇനി മുതൽ ഞാൻ ആരാണ്? ഇനി മുതൽ എന്റെ ആദർശം എന്താണ്? വയലാർ കവിതയിലൂടെ പറയാണ് ആരണ്യാന്തര നിർവിരോധര തപസ്ഥാനങ്ങളിൽ സൈതമോദാര ശ്യാമ മനോഭിരാമ മുനിരോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമത്തിന്റെ സംരക്രിയാസാരം തേടിയലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ തേടി ആരണ്യകങ്ങളിൽ അലഞ്ഞ മഹർഷിമാരുടെ ചൈതന്യമാണെന്ന ദർശനം. വാളല്ലൻ സമരായുധം ഒരു വിപ്ലവ തോക്കിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു വാള് വിറ്റു. ഞാൻ സരസ്വതി ദേവിയുടെ കയ്യിൽ കിടക്കുന്ന ഒരു മണിപ്പൊൻവീണ വാങ്ങിച്ചു എന്ന് വയലാർ പറഞ്ഞ ആ ഋഷി പരമ്പര. ആ ഋഷി പരമ്പരയിലെ ആദി കവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ ഒത്തിരി രാമായണങ്ങൾ ഉണ്ടായപ്പോ ഞങ്ങൾ മലബാറുകാർക്ക് രാമായണമുണ്ട്, മാപ്പിള രാമായണം. നമ്മുടെ മാപ്പിളമാരുടെ ഈണത്തിലാണ് ഇത് രചിച്ചത്. അത് രാമനെ ഓൻ എന്നൊക്കെയാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയട്ടെ. രാമനെ ഓൻ, സീതയെ ഓൾ എന്നൊക്കെ പറയുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ദൈവികതയുടെ നിറകുടമായിട്ട് 70% സംസ്കൃതത്തെയും 30% മലയാളത്തെയും ഏകദേശം പുറത്തിണക്കി കാവ്യഭംഗിയുടെ വൃത്തം, ഉപമ, ഉൾപ്രേക്ഷ, സമാസം എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ച് അതിമനോഹരമായ രീതിയിൽ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മ രാമായണം, ഒരു കിളി പോലും പാടാൻ കൊതിക്കുന്ന പാട്ട്, കിളിപ്പാട്ട്. അതാണ് 1982 കർക്കിടക മാസം പാടണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിച്ചു. അപ്പൊ 81-ലാണോ യജ്ഞപരമാണ് ഉണ്ടായത്? അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ ഹിന്ദുക്കൾ ഇത് പൂജാമുറിയിൽ വെച്ച് പൂജിച്ചു. രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഭരതനെയും പഠിക്കുവാൻ തയ്യാറായില്ല. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രയോജനം തോന്നില്ല. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന ദശരഥന്റെ കഥ പഠിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല. അധ്യാത്മ രാമായണത്തിലെ രാമൻ ദൈവമായ രാമനും വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യനായ രാമനുമാണ്. ഈ രണ്ട് രാമന്മാരും നമുക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യും. ഏറെ പ്രയോജനം ചെയ്യുക മനുഷ്യനായ രാമനാണ്. ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ രാമന്റെ നിലപാടുകളാണ് വാൽമീകി രചിത രാമായണത്തിൽ അർത്ഥമാക്കുന്നത്. അവിടെയാണ് രാമായണത്തിലെ ആ ചീളുകൾ നമ്മുടെ മക്കൾ വളരെ മനോഹരമായിട്ട് പാടി. ഓരോ വരികൾ നോക്കൂ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച ഈ രാമായണം, എഴുത്തച്ഛന്റെ പേരിൽ പുരസ്കാരം എല്ലാ കൊല്ലവും കൊടുക്കുന്നതല്ല. എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷവും പ്രശസ്തി പത്രവുമാണ്. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് നടക്കാനറിയോ? ഈ ഹിന്ദു സ്ത്രീകൾക്ക് എന്ത് അമ്പലത്തിൽ പോകുന്നത്? ഹരീഷിന്റെ മീശാന്റെ നോവൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി വായിച്ചതിൽ വളരെ സങ്കടമുള്ള ഒരാളാണ് ഞാൻ.
നമ്മൾ ഇത്തരം ഈ എന്താ ചബോർഡ് പുസ്തകങ്ങളൊന്നും പൈസ കൊണ്ട് വാങ്ങരുത്, നമുക്ക് വായിക്കാനും പാടില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്കിട്ട് പണി തരുന്ന ഒരു വീഡിയോയും ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ വിചാരിക്കും ഇത് കൂടുതൽ ഹിന്ദുക്കളിലേക്ക് എത്തിച്ചാൽ എന്താ കുഴപ്പം? ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമുക്കിട്ട് പണി തരുന്ന, നമ്മളെ അവതരിപ്പിക്കുന്ന വീഡിയോ നമ്മളായിട്ട് അവരുടെ യൂട്യൂബിൽ എന്ത് ചെയ്യരുത്, ആളെ കൂട്ടി കൊടുക്കരുത്. നമുക്ക് ഈ ആശയത്തെയൊക്കെ പറയാം, അതിൽ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് നമുക്കതിനെ വിമർശിക്കാം, നമുക്കതിനോട് മറുപടിയൊക്കെ കൊടുക്കാം. പക്ഷെ അവൻ്റെതായ വീഡിയോ നമ്മളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കണം. അപ്പോ ഈ ഹരീഷിന്റെ നോവൽ പറയുകയാണ്, ഈ ഹിന്ദു സ്ത്രീകൾ എവിടുന്നാണ് രാവിലെ വരുന്നത്? അപ്പൊ ഇവർ അമ്പലത്തിൽ വരികയാണ്, കുളിച്ചൊരുങ്ങിയാണല്ലോ ഇവർ വരുന്നത്. അതേ ഇവർ ദൈവത്തെ ആരാധിക്കാൻ പോയതാണല്ലോ? അല്ലല്ല, അവർ ദൈവത്തെ ആരാധിക്കാൻ പോയതല്ല, അവർ ശാന്തിക്കാരനുമായിട്ട് ഒളിസേർക്ക് പോയതാണ്. ഈ നോവലിനാണ് 5 ലക്ഷം രൂപയും, അല്ലെങ്കിൽ ആ നോവലിസ്റ്റിനാണ് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പിന്നെ മൊമെന്റോ എല്ലാ അവാർഡുകളും കൊടുത്തു. എന്താ കാരണം? എഴുത്തച്ഛന്റെ പേര്, മറ്റേത് പേരുടെ പുരസ്കാരം കൊടുത്തോട്ടെ. ഇനി താടകയുടെ പേരിലാണ് പുരസ്കാരം, ശൂർപ്പണകയുടെ പേരിലാണ് പുരസ്കാരം, അതൊക്കെ ആരും കൊടുത്തോട്ടെ, പരീക്ഷന് കൊടുക്കട്ടെ. പക്ഷെ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലുള്ള പുരസ്കാരം ആർക്ക് കൊടുക്കുന്നു? ഹിന്ദു സ്ത്രീകളെ അങ്ങേയറ്റം അവഹേളിച്ച ഇത്തരം സാഹിത്യകാരന്മാർക്ക് കൊടുക്കുമ്പോഴാണ് നാം നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ആചാരത്തെ, നമ്മുടെ രാമായണത്തെ, നമ്മുടെ മഹാഭാരതം, നമ്മുടെ ഭഗവത്ഗീതയൊക്കെ തിരിച്ചുപിടിക്കും. ആര് തിരിച്ചുപിടിക്കും? കേരളം ഭരിക്കുന്നവർ തിരിച്ചുപിടിക്കും. രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ സമയമുണ്ടോ? ആരാണ് ഇത് തിരിച്ചുപിടിക്കുക? ഒരു മുസൽമാന്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ട് ഖുർആൻ എന്നതുപോലെ, ഒരു ക്രൈസ്തവ സഹോദരന്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ട് ബൈബിൾ എന്നതുപോലെ, ഒരു ഹിന്ദുവിന്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുണ്ടാകണം രാമായണത്തിന്. 982 മുതൽ ഹിന്ദുക്കൾ രാമായണം പഠിച്ചു തുടങ്ങിയപ്പോൾ, വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി അന്ധവിശ്വാസി കൂടിയാണ് ഹിന്ദു. അതുകൊണ്ടാണ് രാത്രി 2 മണിക്ക് ദുർഗാദേവി ക്ഷേത്രത്തിന്റെ അടുത്തൂടെ ഇവരുടെ സ്പീഡൊന്ന് കൂട്ടും, ഓടും. പകൽ ദുർഗയെ ആരാധിക്കും, രാത്രി ദുർഗയെ പേടിയാണ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടെല്ലാം പലതും വികലമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ 6ാമത്തെ കാണ്ഡം വായിക്കരുത്, യുദ്ധകാണ്ഡം വായിച്ചാൽ വീട്ടിൽ യുദ്ധം ഉണ്ടാവും. അതിനാണ് ഒരു കാണ്ഡം ഒഴിവാക്കി. അപ്പോൾ പറയുകയാണ് ഉത്തരകാണ്ഡം വായിക്കരുത്, വായിച്ചാൽ ഒരുപാട് സങ്കടം ഉണ്ടാവും. ഇനിയിപ്പോൾ 5 കാണ്ഡം ബാക്കിയുണ്ടല്ലോ, എന്നാലും ഒഴിവാക്കിയാലും 5 കാണ്ഡം ബാക്കിയുണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കുമ്പോഴാണ് മറ്റൊരു പ്രധാന പ്രോബ്ലം വരുന്നത്. സായം സന്ധ്യയിൽ രാമായണം വായിക്കരുത്. വായിച്ചാൽ ഹനുമാൻ സ്വാമി പടന്നു. അപ്പൊ ഹനുമാൻ സ്വാമി എന്തിനാ പടങ്ങുന്നത്? അദ്ദേഹം രാമന്റെ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളെങ്ങനെ രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി നിങ്ങളെ കോപിച്ച് കുരങ്ങാക്കി കളയും. പിന്നെ നമ്മൾ തുമ്പ കുരങ്ങാണ്ടാന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു? സായം സന്ധ്യയിൽ രാമായണം വായിക്കുന്നു. പക്ഷെ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളും അന്ധവിശ്വാസികളുമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യുവാനാണ് രാമായണത്തിലെ 7 കാണ്ഡങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധകാണ്ഡം വായിക്കുന്നത് വീട്ടിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഹനുമാൻ സ്വാമി രാമായണം വായിക്കുമ്പോൾ, രാമന്റെ നാമം ജപിക്കുമ്പോൾ പിറകെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രാമന്റെ മന്ത്രം ജപിക്കണം. അപ്പൊ ഹനുമാൻ ഇഷ്ടാവില്ലയോ? നിങ്ങൾ ഈ വൈക്കം ശിവക്ഷേത്രത്തിൽ ഓം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ജപിക്കാൻ 10 ആൾ ബേക്ക് വന്നത് നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും. ഒരു മനുഷ്യന് പോലും സന്തോഷമാകുന്നുവെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് സന്തോഷമാവില്ലേ? ദേവനല്ല ഹനുമാൻ സ്വാമി. അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ കരകയറി അമ്പലത്തിൽ നിന്ന് ചുമരില്ലേ, വിഗ്രഹത്തിൽ നിന്ന് കല്ലല്ലേ എന്ന് വിളിച്ചു പറഞ്ഞവർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റാകുവാൻ ഓടി നടക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് സനാതന ധർമ്മപാഠശാല. ഇത് 60 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാർ മാത്രം വായിച്ചാൽ പോരാ. ഞാൻ പ്രഭാഷണത്തിൽ ക്ഷേത്രങ്ങൾ അങ്ങനെ പോകാറില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാർക്കുള്ളതാണ് പ്രഭാഷണം എന്ന് ആരോഗ്യം പറഞ്ഞു വെച്ചിരിക്കും. മുത്തശ്ശിമാർക്ക് രാമായണം ഇപ്പോൾ യുവതി യുവാക്കളുടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു രാമായണം വായിക്കാറുണ്ടോ? അപ്പോൾ ഒരു 35 വയസ്സ് തോന്നിക്കുന്ന യുവതി പറയണം, എനിക്കതിന് പ്രായമായിട്ടില്ല, എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. അപ്പൊ നമ്മൾ പറയാം റിട്ടയർമെന്റ് പ്രായം 55 വയസ്സെന്ന് പറയാറില്ലേ? ഇതുപോലെയാണ് പറയുന്നത്, എനിക്കതിനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച പ്രായത്തിലാണ് 60. ഇന്നലെയും കർക്കിടക 1-ന് രാമായണത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ രാമായണം വായിക്കുന്നവരും മുത്തശ്ശിയല്ലേ? കുട്ടി എവിടെ ഇരുന്നത്? കുട്ടി അപ്പുറത്താണ്, നേരെ തിരിച്ചാൽ വേണ്ടത്. കുട്ടി വായിക്കണം, മുത്തശ്ശി കേൾക്കണം. മുത്തശ്ശിക്കല്ലേ ചെവി ഓർക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇത് പ്രായമുള്ള ആളുകൾ വായിക്കേണ്ടതാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ മാത്രം 60 വയസ്സിന് മേലെ എന്ന വിദ്യാസങ്കല്പത്തെ വളർത്തുമ്പോഴാണ് നമ്മുടെ മക്കളെ പിന്നാലെ ഓടിച്ചിട്ട് പിടിക്കാൻ പാഠശാല തീരുമാനിച്ചത്. അങ്ങനെ 2500 കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു.
അച്ഛനമ്മയും തള്ളിവിട്ടതായിരിക്കും ഒരു 1000 കുട്ടികളെ പോയി നന്നായി പാടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തള്ളിവിട്ടിട്ടുണ്ടാവുക. പക്ഷെ എല്ലാവരും പിടിതരില്ല. നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം, പിടിക്കാതിരിക്കാൻ അവരും ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആരുടെ ഓട്ടത്തിനാണോ കരുത്തുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ പിടിക്കുക. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹനം ആവശ്യമുണ്ട്. എന്നാൽ മൊബൈൽ കൈ കൊടുത്തിട്ട് 10 മണിക്കൂർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കുട്ടിയെ ഒരു നിർബന്ധയും ആവശ്യമില്ല. ചോക്ലേറ്റ് എത്ര കഴിക്കാൻ പറഞ്ഞാലും ഒരു നിർബന്ധത്തിൻ്റെയും ആവശ്യമില്ല. ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാൽ എത്ര മണിക്കൂർ റീൽ കാണുവാൻ അവർക്ക് ഒരു നിർബന്ധത്തിൻ്റെയും ആവശ്യമില്ല. അവരുടെ ജീവിതത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിക്കേണ്ടതില്ല. അവർ തേടി വന്ന് ചെയ്തു, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് വരും. പക്ഷേ പിന്നീട് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ നമ്മുടെ കൺട്രോളിൽ നിന്ന് അവർ വിട്ടു. 15,000 പേരെ കൗൺസിലിംഗ് നടത്തിയ ഒരു പാഠശാലയിലെ സംയോജകൻ എന്ന രീതിയിൽ ഞങ്ങളുടെ കൂടെ 700 കൗൺസിലേഴ്സ്. ഈ കൗൺസിലേഴ്സ് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു 80% മക്കളെക്കുറിച്ചുള്ള പരാതി പറയുന്ന മാതാപിതാക്കളുടെ ചരിത്രമാണ്. മിക്കവാറും കൗമാരപ്രായം കഴിഞ്ഞ മക്കൾ 13 മുതൽ 19 വരെയാണ് അപകടം പിടിച്ച പ്രായം. 13 ടീനേജ് തുടങ്ങിയാണ് WE. ഇതെവിടെ അവസാനിക്കുക? 19 വയസ്സ്. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ കൗമാരപ്രായത്തിൽ കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും പലതും തെറ്റായിരിക്കും. അപ്പൊ ആ 13 മുതൽ 19 വരെയുള്ള നമ്മുടെ ശ്രദ്ധ, 19 കഴിഞ്ഞാൽ പിന്നെ 20 ആണ്. WE തീർന്നു. പിന്നെ 21 ആണ്. 21 ആണ് പുരുഷന്റെ മെച്യൂരിറ്റിയുടെ പക്വതയുടെ പ്രായമായിട്ട് സർക്കാർ കണക്കാക്കിയിരിക്കും. കല്യാണ പ്രായം എത്രയാണ്? 21. സ്ത്രീക്കോ 18. ഇപ്പൊ അത് നരേന്ദ്രമോദി സർക്കാർ അത് മാറ്റണമെന്നാണ് പറയുന്നത്. പുരുഷന്റെ പ്രായം തന്നെ സ്ത്രീക്കും കൊടുക്കണം. 21 വയസ്സെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിഗ്രി കഴിയുന്ന പ്രായം. 17 വയസ്സിലാണല്ലോ +2. അപ്പൊ 3 വർഷം ഡിഗ്രി. അപ്പൊ 21 വയസ്സെന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ പ്രായം. അപ്പൊ ഒരു പെൺകുട്ടിയുടെ ജീവിതം സെറ്റ് ചെയ്യുവാൻ അവൾക്ക് 21 വയസ്സ് മിനിമം കൊടുക്കണം. അപ്പൊ കല്യാണത്തിന്റെ പ്രായം 21. അപ്പൊ ഞങ്ങളുടെ മലബാറിന്റെ പ്രശ്നം ഇത് കുറച്ചേരാണ് പറയുന്നത്. 15 തരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് നമ്മൾ ഹിന്ദുക്കൾ സമസ്ത ലോകത്തിലും സുഖമാശീർവദിച്ചതാണ്. എല്ലാ മതങ്ങളെയും ഇസങ്ങളെയും ഈ മണ്ണിലേക്ക് സ്വീകരിച്ചതാണ്. ക്രിസ്ത്യാനിയും മുസൽമാനും ജൂതനും പാഴ്സിയും കമ്മ്യൂണിസ്റ്റും ഒക്കെ വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ നഷ്ടം മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഭാരതമാതാവിനെ വെട്ടിമുറിച്ചുകൊണ്ടാണ് നമുക്ക് 947 സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ടാണ് മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞെറ്റു വീണു മനോരംഗലങ്ക, മഹാദേവിയും കാലിലെ കൊഞ്ചിലങ്ക എന്ന് കവി വേദനയോടുകൂടി പാടിയത്. ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായി വിശ്വഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചിരുന്ന എന്റെ അഖണ്ഡ ഭാരതത്തിന്റെ ഇന്നത്തെ നീട്ടവും വീതിയും 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കും. 28 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം എന്ന് നാം വിളിക്കുന്ന ഈ മണ്ണെങ്ങനെ ചുരുങ്ങിപ്പോയി? രാമൻ ജനിച്ച മണ്ണെങ്ങനെ ചുരുങ്ങി? കാരണം രാമന്റെ വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോയി. അതുകൊണ്ടാണ് ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചുവെന്ന്. കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിയും ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. അവർ രാജാധികാരം ഉപേക്ഷിച്ചു, സൈന്യത്തെ വിളിച്ചിരുന്നു, ആയുധമില്ലായ്മ ചെയ്തു. സൈന്യവും ആയുധമില്ലാത്ത ഒരു നാട്ടിലേക്ക് 10 തലമുറ കഴിഞ്ഞപ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട യുവാക്കൾ കുടികൊള്ളുന്ന ഒരു നാട്ടിലേക്ക് ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ കയറി കളിച്ചപ്പോൾ ഗാന്ധാരദേശം അഫ്ഗാനിസ്ഥാനമായി, പാഞ്ചാലദേശം പാകിസ്ഥാനമായി, ബംഗാളദേശം ബംഗ്ലാദേശായി മാറി, ബ്രഹ്മപ്രദേശം മ്യാൻമാറായി തീർന്നു. 2000 കിലോമീറ്റർ പോയത്. പക്ഷെ അതിൻ്റെ ഇപ്പുറം, ഗുജറാത്തിന്റെ, രാജസ്ഥാന്റെ, പഞ്ചാബിന്റെ ഇപ്പുറം കടന്നു കയറുവാൻ ഇവർക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട്? ബുദ്ധമതത്തിന് സ്വാധീനമില്ല എന്നതുകൊണ്ട്. അവിടെ ഉണ്ടായിരുന്നവർ ആരായിരുന്നു? ത്വംഹി ദുർഗ ദശപ്രഹരണധാരിണി എന്ന് വിശ്വസിച്ചവർ, ഭാരതമാതാവിനെ ദുർഗയോട് ഉപമിച്ചവർ. 10 കൈകളിൽ ത്വംഹി ദുർഗ
ദുർഗാ ദശപ്രഹരണധാരിണി, 10 കൈകളിൽ ആയുധം ധരിച്ച ദുർഗയെ ആരാധിക്കുന്നവർ, ശക്തിയുടെ പ്രതീകമായിട്ട് ആയുധ പൂജ നടത്തുന്നവർ, അല്ലേ? വിജയദശമി നമ്മൾ നടത്താറില്ലേ? മഹാനവമിക്ക് ആയുധ പൂജ നടത്തുന്നവർ. അങ്ങനെ ഒരു കൈയിൽ മഹാവിഷ്ണുവിന് ശംഖുണ്ടെങ്കിൽ മറുകയിൽ ചക്രവും ഗദയും ഉണ്ടെന്ന് നോക്ക് എന്ന് തിരിച്ചറിഞ്ഞവർ. അങ്ങനെയുള്ള ഹിന്ദുക്കൾ ജീവിക്കുന്ന 33 കോടി ദൈവങ്ങളും ആയുധം ധരിച്ച ഹിന്ദുക്കൾ ആരാധിക്കുന്ന ആ ദൈവങ്ങളെ പൂജിക്കുന്ന ഹിന്ദുക്കൾ ഈ സംസ്കാരത്തെ നശിപ്പിക്കാതിരിക്കാൻ പടപൊരുതിക്കൊണ്ടേയിരുന്നു. ഒടുവിലാണ് 947 ഈ മണ്ണിന്റെ വലിയൊരു ശതമാനം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ അവശേഷിച്ച ഭാരതത്തിൽ ഇന്നും രാമരാജ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് ഭാരതം. 500 കൊല്ലത്തെ പോരാട്ടത്തിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം തിരിച്ചു പിടിച്ചു. അതും പോയിട്ടുണ്ടോ? പോത്തടത്തിന് പോകണം. ഭവ്യമായ ക്ഷേത്രം അവിടെ ഉയർന്നു കഴിയും. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി തീരാൻ 2 വർഷം പിടിക്കും. 75ഓളം ഏക്കർ ഭൂമിയിൽ 2000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ട് 4600 കോടി ഹിന്ദുക്കൾ ദാനം നൽകിയിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആ മഹാക്ഷേത്രം എന്തിനായിരുന്നു തിരക്ക് പിടിച്ചതെന്ന് ആളുകൾ ചോദിക്കും. തെരഞ്ഞെടുപ്പായിട്ടുള്ള വിഷയം, ഒരു തെരഞ്ഞെടുപ്പായിട്ടുള്ള വിഷയം. നിങ്ങൾ 2022 ജനുവരി 22 മുമ്പ് അയോധ്യയിൽ പോയിരുന്നുവെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും എവിടെയായിരുന്നു നമ്മുടെ രാമൻ. രാമനൊരു ഷെഡിലായിരുന്നു. സീതാദേവി എവിടെയാണ്? നേപ്പാളിൽ. ലോകത്ത് ചിന്തിപ്പിക്കുന്ന ഭവ്യമായ ക്ഷേത്രം സീതാദേവിക്ക്. ആ സീതാദേവിയുടെ പതി ശ്രീരാമചന്ദ്ര മഹാദേവൻ ഷെഡിൽ, താർക്കോളിന്റെ ഷെഡിൽ. ആ രാമനെ ഭവ്യമായ ക്ഷേത്രത്തിൽ രാംലല്ലയായി പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചാൽ അതൊരു ദിവസം വൈകാൻ പാടുണ്ടോ? അതൊരു ദിവസം നേരത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് 1ാമത്തെ നിലയുടെ പണി കഴിഞ്ഞപ്പോഴേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപന നടത്തിയത്. 2-3 നിലയുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ഷെഡിലൊക്കെ താമസിക്കും. പക്ഷെ വീടിന്റെ പണിയൊക്കെ ഏറെ പൂർത്തിയായാൽ ഒരു മുറി മാത്രം പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചിട്ട് നമ്മളോട് കൂടില്ലേ. ഇതുപോലെ രാമക്ഷേത്രത്തിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അർഹമായ ശ്രീകോവിലുള്ളിൽ നമ്മുടെ രാമനെ പ്രതിഷ്ഠിക്കേണ്ടത് 1 മണിക്കൂർ മുമ്പെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാമക്ഷേത്രം സംജാതമായത് എന്നറിയുക. ആ രാമന്റെ നാട്. മഹാത്മാഗാന്ധി 1920 കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം. മഹാത്മജി അതുവരെ ദക്ഷിണാഫ്രിക്കയിലായി. അദ്ദേഹത്തെ ഭാരതത്തിൽ പരിചയമില്ല. നിങ്ങൾ ആരാണെന്ന് പലരും ചോദിക്കും. അപ്പോഴാണ് ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകയിൽ തുളസിമാലയുമായിട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, മഹാത്മജി, നമ്മളിപ്പോൾ സായിപ്പിനെ ഓടിച്ചിട്ട് ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? മഹാത്മജി എന്താ പറഞ്ഞത്? രാമരാജ്യം. സായിപ്പിനെ ഓടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന